ഇരുട്ടുള്ളപ്പം മറിയെ കല്ലറയിലേക്ക് നടത്തിയ ഘടകം യേശുവിനോടുള്ള സ്നേഹമാണ്. ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രതീക്ഷിച്ചല്ല മറിയ കല്ലറയിലേക്ക് പോകുന്നത്. യേശുവിൻ്റെ ശവം എടുക്കാനാ പോകുന്നത്. എന്നാൽ അവൾ ചെന്ന് നോക്കിയപ്പോൾ യേശുവിനെ കണ്ടില്ല. അവൾ പോയി പത്രോസിനോടും യോഹന്നാനോടും പറഞ്ഞു. യോഹന്നാൻ കല്ലറയുടെ വാതുക്ക വരെ വന്നു. പത്രോസ് കല്ലറയ്ക്കകത്ത് കയറി. എന്നാൽ ഇവർ രണ്ടുപേരും മടങ്ങിപ്പോയി. പത്രോസ് മടങ്ങിപ്പോയി. മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ മടങ്ങിപ്പോയി. മറിയേ, നീ എന്നാ പോകാത്തത്? അവള് പറയും, പത്രോസ് വന്നത് ഞാൻ പറഞ്ഞിട്ടാ, യോഹന്നാൻ വന്നത് ഞാൻ പറഞ്ഞിട്ടാ. എന്തെങ്കിലും പ്രതീക്ഷിച്ചു വരുന്നവർ അത് കിട്ടാതെ വരുമ്പോ മടങ്ങിപ്പോകും. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വരുന്നവർ ആര് പോയാലും പോകത്തില്ല. ഇന്ന് പകലൊന്ന് കൈയുയർത്തി പറ, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കണേ, പത്രോസ് മടങ്ങിപ്പോയി, യോഹന്നാൻ മടങ്ങിപ്പോയി. പക്ഷേ മറിയ കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുക. എന്റെ കർത്താവ് പ്രയോറിറ്റി മാറ്റി. കർത്താവ് സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് തന്നെ സ്നേഹിക്കുന്ന മറിയയ്ക്ക് തന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താനാ. മറിയേ, നീ എന്നെ തുടരുത്. ഞാൻ പിതാവിന്റെ അടുത്ത് പോയിട്ടില്ല. പിതാവിന്റെ അടുത്ത് പോകുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം എന്നെ സ്നേഹിക്കുന്ന മറിയയ്ക്ക് എന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്താൻ.